LDF ഭരിക്കുന്ന ഈ ഗവൺമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മാധ്യമങ്ങളിലൂടെ കള്ളപ്രചാരണങ്ങൾ നൽകി കോടികളാണ് ധൂർത്തടിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വലിയ ചിത്രം പതിച്ചുള്ള ബിൽബോർഡുകളും നമുക്കിന്ന് വഴിയോരത്ത് കാണാനാകും. മോഹൻലാൽ അവതാരകനായ കണ്ടും മിണ്ടിയും ഇരുവർ അഭിമുഖ പരിപാടി കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ മാധ്യമങ്ങളും സംപ്രേഷണം ചെയ്തിരുന്നു. മോഹൻലാൽ എന്ന മഹാനടനെ ഇറക്കി LDF കളിച്ച PR പരിപാടിക്ക് ചെലവായത് ലക്ഷങ്ങളാണെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മോഹൻലാൽ മുഖ്യമന്ത്രിയുമായി നടത്തിയ അഭിമുഖത്തിന് ഉപയോഗിച്ചത് സർക്കാർ ഫണ്ടാണ്. ഇതിൽ നിന്ന് LDFന്റെ ധൂർത്ത് തന്നെയാണ് പുറത്തുവരുന്നത്. അഭിമുഖത്തിന് ചെലവായത് ഭീമമായ തുകയാണ്, 11,21,000 രൂപ. മുഖ്യമന്ത്രി ഭരണം ഉറപ്പിക്കാൻ ചെയ്തു കൂട്ടുന്ന പ്രവർത്തികൾക്ക് പിന്നാലെ കാലിയാകുന്നത് സർക്കാരിന്റെ ഖജനാവാണ്. മോഹൻലാൽ അവതാരകനായ പരിപാടിയുടെ ചെലവ് വിവരാവകാശ പ്രകാരമാണ് ലഭ്യമായത്. അതേസമയം സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെന്നും വിവരാവകാശ പകർപ്പിൽ പറയുന്നുണ്ട്. തിരുവല്ല സ്വദേശി റിജോ വള്ളംകുളമാണ് വിവരാവകാശ രേഖ പുറത്തുവിട്ടത്. 2 ദിവസമെടുത്ത് ക്ലിഫ് ഹൌസിൽ ചിത്രീകരിച്ച അഭിമുഖമായിരുന്നു അത്. അഭിമുഖത്തിന്റെ ടീസറും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ജീവിതവും വ്യക്തി ജീവിതവും അടങ്ങുന്നതായിരുന്നു ഉള്ളടക്കം. അതേസമയം ഇത് വെറും PR സ്റ്റണ്ട് മാത്രമാണെന്ന് പ്രതിപക്ഷം വാദമുയർത്തിയിരുന്നു. ലാലും പിണറായിയും തമ്മിലുള്ള വ്യക്തിബന്ധമാണ് അഭിമുഖത്തിന് പിന്നിലെന്നാണ് CPM പറഞ്ഞത്. പ്രശസ്ത സംവിധായകൻ TK രാജീവ് കുമാറിന്റെ സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. മുൻപ് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയുമായി മോഹൻലാൽ ഇത്തരത്തിൽ അഭിമുഖം നടത്തിയിട്ടുണ്ട്. സർക്കാർ ഏജൻസികളെ ഇലക്ഷൻ പ്രചരണത്തിന് ഉപയോഗിച്ചുകൊണ്ട് കോടികളുടെ സാമ്പത്തിക ധൂർത്ത് നടത്തുന്നതിനെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൊടിക്കുന്നിൽ സുരേഷ് MP നേരത്തെ വിമർശിച്ചിരുന്നു. ഇത്തരം കള്ളപ്രചരണങ്ങളൊന്നും UDFന്റെ വിജയത്തെ ബാധിക്കില്ലെന്നും സുരേഷ് നേരത്തെ വ്യക്തമാക്കിയതാണ്. LDFന്റെ കണക്കുകൾ ചെറുതല്ല. ആഡംബര കാറുകൾക്കും ക്ലിഫ് ഹൌസിനും വേണ്ടി മുഖ്യമന്ത്രി ചെലവാക്കിയത് ലക്ഷങ്ങളായിരുന്നു. എന്തിന് ചായ കുടിച്ചുവരെ സർക്കാരിനെ മുടിപ്പിക്കുന്ന കണക്കുകളുണ്ട്. IAS ഉദ്യോഗസ്ഥരുടെയും അവരുടെ ഓഫീസുകളുടെയും ചായ കാപ്പി കണക്ക് ലക്ഷങ്ങളാണ്. ചീഫ് സെക്രട്ടറിമാരുടെയും മറ്റു സെക്രട്ടറിമാരുടെയും ഓഫീസുകൾ ചായയും കടിയും വാങ്ങി ചെലവാക്കിയത് 6 ലക്ഷം രൂപയ്ക്കാണ്. ഓരോ മാസവും ശരാശരി 2 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. 72 പ്രവൃത്തി ദിവസങ്ങളിൽ ശരാശരി 8,408 രൂപയാണ് ചായ കണക്കിൽ മാത്രം ചെലവായത്. സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്നും ഒരു കയ്യും കണക്കുമില്ലാതെ പണം ചെലവാക്കുന്നത് തിരഞ്ഞെടുപ്പിനെ മറികടക്കാൻ വേണ്ടി മാത്രമാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകളിൽ തിരിമറി നടത്തി കോടികൾ മുക്കിയ പിണറായി സർക്കാരിനെ ജനങ്ങൾക്കറിയാം. UDF സർക്കാർ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള നിലയ്ക്ക് മുന്നണിക്ക് വലിയ ബാധ്യത വരുത്തിവെക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത്. ജനങ്ങളെല്ലാം ഇത് കാണുന്നുണ്ട്. ഈ കണക്കില്ലാത്ത ധൂർത്ത് തെരഞ്ഞെടുപ്പിൽ LDFനെ പ്രതികൂലമായി മാത്രമേ ബാധിക്കുകയുള്ളൂ.